വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒന്നാം ലോകയുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മിലിറ്ററി അലയൻസുകളുടെ രൂപീകരണം. ഏതൊക്കെയായിരുന്നു മിലിറ്ററി അലയൻസുകൾ ഒന്നാം ലോകയുദ്ധത്തിൽ? ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റിറ്റി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഏതാനും ഇൻ്റർനാഷണൽ ക്രൈസിസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു രണ്ട് ഇൻ്റർനാഷണൽ ക്രൈസിസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചത്? മൊറോക്കൻ ക്രൈസിസും ബാൾക്കൻ ക്രൈസിസും. പിന്നെ നമ്മൾ ഏതാനും പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ ആക്രമണോത്സുക ദേശീയതയുമായി ബന്ധപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ച്. ഏതൊക്കെയായിരുന്നു അവ? പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. ഒടുവിൽ നമ്മൾ ഒന്നാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും നമ്മൾ കണ്ടു. 1918 ഒന്നാം ലോകയുദ്ധം അവസാനിച്ചു. എന്തൊക്കെയായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ? എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായത്? യുദ്ധം കൊണ്ട് എന്തോ പ്രയോജനമെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ ചിരി പൊട്ടുമായിരിക്കും. യുദ്ധം കൊണ്ട് എന്തോ പ്രയോജനം? യുദ്ധം കൊണ്ടൊരു പ്രയോജനവുമില്ല. യുദ്ധം വരുത്തി വയ്ക്കുന്നത് വിനാശങ്ങൾ മാത്രമാണ്, നഷ്ടങ്ങൾ മാത്രമാണ്. എന്തൊക്കെയാണ് യുദ്ധത്തിൻ്റെ നഷ്ടങ്ങൾ? ജീവന്റെ നഷ്ടവും സമ്പത്തിൻ്റെ നഷ്ടവും. ചുരുക്കത്തിൽ ഒന്നാം ലോകയുദ്ധം ഈ ലോകത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഈ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്നാം ലോകയുദ്ധം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഈ ലോകത്തിൽ ഉണ്ടാക്കിയത്? വാട്ട് വെയർ ദ ഇമ്പാക്ട്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ അക്രോസ് ദി വേൾഡ്? ഈ ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ വാട്ട് വെയർ ദ ഇമ്പാക്ട്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ എന്നതിൻ്റെ ഉത്തരം ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. Over 10 million people lost their lives or were injured in the war. 10 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ ചെയ്തു. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വെയർ ഡിസ്ട്രോയിഡ്. കൃഷിയും വ്യവസായവും വാർത്താവിനിമയ സംവിധാനങ്ങളും നശിപ്പിക്കപ്പെട്ടു. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വർദ്ധിച്ചു. ഇക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം അസ്തമിച്ചു. ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ചു. In a bid to bring about peace in the world, the League of Nations was formed. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായി. ശരിക്കും ഇതൊക്കെയാണ് ദ ഇമ്പാക്ട്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. എ പീസ് കോൺഫറൻസ് വാസ് കൺവീൻഡ് അറ്റ് പാരീസ് in 1919 under the leadership of Britain and France, the winning allies. 1919 യുദ്ധത്തിൽ വിജയിച്ച രാഷ്ട്രങ്ങളായ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ പാരീസിൽ വെച്ച് ഒരു സമാധാന സമ്മേളനം നടന്നു. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് entered into separate treaties with the defeated nations. ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി വെവ്വേറെ ഉടമ്പടികൾ ഉണ്ടാക്കി. Among these treaties, the treaty entered into with Germany was the most important one. ഇങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും പരാജിത രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കരാറുകളിൽ, ഉടമ്പടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ജർമ്മനിയുമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിയാണ്. 1919 ഒപ്പുവെച്ച ഈ ഉടമ്പടി വേഴ്സൈൽസ് ട്രീറ്റി അല്ലെങ്കിൽ വേഴ്സായി ഉടമ്പടി എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. What were the conditions laid down in the Versailles Treaty of 1919? According to this treaty, German colonies were divided among the victorious powers, and Germany was forced to pay a huge amount as war indemnity. The Allies occupied the rich mines of Germany. Above all, war guilt was imposed on Germany and was disarmed. ഫസ്റ്റ് വേൾഡ് വാർ അഥവാ ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച രാഷ്ട്രങ്ങൾ പരാജിത രാജ്യമായ ജർമ്മനിയുമായി ഏർപ്പെട്ട സമാധാന ഉടമ്പടിയാണ് വേഴ്സൈൽസ് ട്രീറ്റി ഓഫ് 1919 എന്നറിയപ്പെടുന്നത്. ഈ ഉടമ്പടി അനുസരിച്ച് ജർമ്മൻ കോളനികൾ ഒന്നാം ലോകയുദ്ധത്തിലെ വിജയികൾ പങ്കിട്ടെടുത്തു. അതിഭീമമായ ഒരു സംഖ്യ വാർ ഇൻഡംനിറ്റി അഥവാ യുദ്ധനഷ്ടമെന്ന നിലയിൽ നൽകുന്നതിന് ജർമ്മനിയെ നിർബന്ധിച്ചു. ജർമ്മനിയുടെ സമ്പന്നമായ ഖനികൾ റിച്ച് മൈൻസ് അവർ സ്വന്തമാക്കി. എല്ലാറ്റിനുമുപരിയായി യുദ്ധക്കുറ്റം മുഴുവൻ ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു. ഫസ്റ്റ് വേൾഡ് വാറിൽ ഒരു തരത്തിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്കൻ ഐക്യനാടുകൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതുകൊണ്ട് അവർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ വായ്പയായി നൽകി, ലോണുകളൊക്കെ കൊടുത്തു. കാലാന്തരത്തിൽ അമേരിക്കയുടെ നാണയമായ കറൻസി ആയിട്ടുള്ള ഡോളർ ബ്രിട്ടീഷ് പൗണ്ടിനേക്കാൾ ശക്തി പ്രാപിക്കുകയും ഇൻ്റർനാഷണൽ ലെവലിൽ അന്തർദേശീയ തലത്തിൽ വിനിമയ മാധ്യമമായി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ യൂറോപ്പിന് വെളിയിൽ അമേരിക്ക ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു. എന്നാൽ അമേരിക്കയുടെ ഈ സാമ്പത്തിക വളർച്ച അധികകാലം നീണ്ടുനിന്നില്ല. ലോകം ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങി. ഈ സാമ്പത്തിക തകർച്ച ആദ്യം പ്രത്യക്ഷപ്പെട്ടതും അമേരിക്കൻ ഐക്യനാടുകളിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ക്രമേണ ഈ സാമ്പത്തിക തകർച്ച ഇതര രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെ ലോകത്തിൽ 1929 ഈ ആഗോള സാമ്പത്തിക തകർച്ചയെയാണ് ഇക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929, ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന് വിളിക്കുന്നത്. Economic Depression of 1929. The United States of America was not affected by the war. ഒന്നാം ലോകയുദ്ധം ബാധിക്കാത്ത ഒരു രാഷ്ട്രമായിരുന്നു അമേരിക്കൻ ഐക്യനാടുകൾ. ഹെൻസ് the European nations managed to get loans from the USA. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വായ്പകൾ സംഘടിപ്പിച്ചു. Consequently, American dollar overtook British pound as the basis of foreign exchange holding. വിദേശ വിനിമയത്തിൻ്റെ ഒരു ഉപാധിയായി, മാധ്യമമായി അങ്ങനെ അമേരിക്കൻ ഡോളർ വളർന്നു വന്നു. As a result, the United States of America emerged as a new economic power outside Europe. അങ്ങനെ യൂറോപ്പിന് വെളിയിൽ പുതിയൊരു പുത്തൻ സാമ്പത്തിക ശക്തിയായി അമേരിക്കൻ ഐക്യനാടുകൾ വളർന്നു വന്നു. The economic growth of the USA did not last long. പക്ഷേ അമേരിക്കയുടെ ഈ സാമ്പത്തിക മുന്നേറ്റം അധികകാലം നീണ്ടുനിന്നില്ല. The world was thrown into an economic crisis in 1929. ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ USA. ഇത് USA-യിൽ തന്നെയാണ് ഈ ഇക്കണോമിക് ക്രൈസിസ്, ഈ സാമ്പത്തിക തകർച്ച ആരംഭിച്ചത്. നമ്മൾ പഠിച്ചത് ഒരു എക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചാണ്. ഇമ്പാക്ട്സ് ഓഫ് ദി എക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1929 ഈ ഇക്കണോമിക് ഡിപ്രഷൻ്റെ, ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. പീപ്പിൾ ഹു ബിക്കെയിം പാപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡിൻറ്റ് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. യുദ്ധം മൂലം പാപ്പരായിത്തീർന്ന, ദരിദ്രരായിത്തീർന്ന ജനങ്ങൾക്ക് സാധന സാമഗ്രികളുടെ വില താങ്ങാൻ കഴിഞ്ഞില്ല. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. ചരക്കുകൾ, സാധന സാമഗ്രികൾ
ഫാക്ടറികളിൽ വിൽക്കപ്പെടാതെ കെട്ടിക്കിടന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെറ്റ്സ് ടു ദ USA. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തങ്ങളുടെ കടം, അമേരിക്കയിൽ നിന്ന് വാങ്ങിയ കടം വീട്ടാൻ കഴിയാതെ വന്നു. ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകൾ പൊട്ടി. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. വിലക്കയറ്റം അഥവാ പണപ്പെരുപ്പം നിയന്ത്രണത്തിനും അതീതമായി മാറി. അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. രൂക്ഷമായ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ലോകത്തെ ഗ്രസിച്ചു. 1929 സാമ്പത്തിക മാന്ദ്യത്തെ, ഇക്കണോമിക് ഡിപ്രഷനെ എങ്ങനെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നേരിട്ടത് എന്ന് പഠിക്കുന്നത് കൗതുകകരമാണ്. നമുക്കത് വായിച്ചു നോക്കാം. ടു ഓവർകം ദിസ് ക്രൈസിസ്, ദ യൂറോപ്യൻ നേഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിംഗ് ഹെവി ടാക്സസ് ഓൺ ദ കോളനീസ്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച നയം ഇതാണ്. അവർ തങ്ങളുടെ കോളനികളുടെ മേൽ ഭാരിച്ച നികുതികൾ കെട്ടിവെച്ചു. Therefore, the economic crisis of imperialist nations became a burden to the colonies. അതുകൊണ്ട് ഇമ്പീരിയലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ, സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി കോളനിക്കാർക്ക് ഒരു വലിയ ഭാരമായി മാറി. അസൈൻമെൻ്റായിട്ട് ഞാൻ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദ്യങ്ങൾ വായിക്കണം, പാഠപുസ്തകം വായിക്കണം, അതിനുശേഷം അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരണം. ക്വസ്റ്റ്യൻ നമ്പർ 1. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ അക്രോസ് ദി വേൾഡ്. ഒന്നാം ലോകയുദ്ധം ലോകത്തെ എപ്രകാരം സ്വാധീനിച്ചു? വാട്ട് ആർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് വേഴ്സൈൽസ് ട്രീറ്റി ഓഫ് 1919 സൈൻഡ് വിത്ത് ജർമ്മനി? ജർമ്മനിയുമായി ഒപ്പുവെച്ച 1919 വേഴ്സൈൽസ് ട്രീറ്റിയിലെ വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929. 1929 ഇക്കണോമിക് ഡിപ്രഷനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട്സ് ഓഫ് ഇക്കണോമിക് ഡിപ്രഷൻ 1929. 1929 ഇക്കണോമിക് ഡിപ്രഷൻ്റെ ഇമ്പാക്ട്സ് വിശദീകരിക്കുക.